ശ്രീ പ്രതീഷ് ആവർത്തിച്ച് പറയട്ടെ, സിനിമ മാത്രമാണ് വില്ലൻ എന്ന നിലയിലല്ല ഈ ചർച്ച. സിനിമയും ഒരു ഭാഗമാകുന്നുണ്ട് എങ്കിൽ അവിടെയും തിരുത്തലുകൾ വേണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം. അതെങ്ങനെ തിരുത്തണമെന്നത് ഈ മേഖലയിലുള്ളവരാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതും. അവിടെ ഒരു തീരുമാനമോ കൽപ്പിക്കലോ വിധിയെഴുത്തോ ഒന്നുമല്ല ഞങ്ങൾ നടത്തുന്നത്. പക്ഷേ താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പല സിനിമകൾ, അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ ആവേശവും RDXും അതല്ല എങ്കിൽ പണി പോലെയുള്ള സിനിമകൾ, മാർക്കോ പോലെയുള്ള സിനിമകൾ ഉദ്ധരിച്ചത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ എന്നതുകൊണ്ട് മാത്രമാണ്. നേരത്തെയും വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമകളിൽ നിന്ന് സ്വഭാവം മാറുകയാണ്. അവിടെയൊക്കെ പലപ്പോഴും വില്ലന്മാരാണ് വയലൻസ് കാട്ടിയിരുന്നത്. അതിനെ നായകർ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നായകർ ആണ് ഇത്തരം വയലൻസ് കാണിക്കുന്നത്. അതിനെ അനുകരിക്കാനാണല്ലോ ഇപ്പോൾ ശ്രീ ജോസ് തോമസ് സൂചിപ്പിച്ചു. നമുക്കറിയാം, ഈ CPIMന്റെ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന ഒരു നാടകം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും തെരുവ് നാടകങ്ങൾ അടക്കം രാഷ്ട്രീയ പാർട്ടികളടക്കം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലകൾക്ക് സ്വാധീനിക്കാനൊക്കെ പറ്റുമെന്നത് വസ്തുതയാണ്. അതിന് ജോസ് തോമസ് സൂചിപ്പിച്ചത് ഒരു ഡേറ്റയോ കണക്കോ ഒന്നും എനിക്ക് നൽകാനാവില്ല. അപ്പോൾ നമ്മുടെ നായകരുടെ സ്വഭാവം ഈ നിലയിൽ മാറുമ്പോൾ, നായികമാരുടെ സ്വഭാവം മാറുമ്പോൾ, വില്ലന്മാരും വില്ലത്തികളും ഒക്കെ ഇന്ന് പ്രധാന കഥാപാത്രങ്ങളായി മാറുമ്പോൾ ഈ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട് പൊതുസമൂഹത്തെ എന്ന് നിരീക്ഷിച്ചാൽ താങ്കൾക്ക് അതിനെ തള്ളിക്കളയാനാകുമോ? എന്നോടാണ് ചോദ്യം? അതെ, താങ്കളോടാണ്. അഭിലാഷ്, ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ എന്നെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. എന്റെ സുഹൃത്തും കൂടിയാണ് ജോഷി തോമസ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നന്മയുള്ള ഒരു സിനിമ എടുത്തിരുന്നു, ഒരുത്തനും വന്നില്ല തിയേറ്ററിൽ കാണാൻ വേണ്ടി. അദ്ദേഹത്തിന് കുട്ടികളുടെ കടബാധ്യതയാണ് ഉണ്ടായത്. നന്മ സ്വാധീനിക്കണമെങ്കിൽ നന്മയും തിന്മയും സ്വാധീനിക്കണം. നമ്മള് പുരാണ കാലഘട്ടം മുതൽ തൊട അടിച്ച് കീറിയിട്ട്, ഗത കൊണ്ട് തൊട അടിച്ച് കീറിയിട്ട് രണ്ടായി പിളർക്കുന്നു. നമ്മള് വാള് കൊണ്ട് തല വെട്ടി മാറ്റുന്നു. നമുക്ക് തലയുടെ നടുവിൽ വെച്ചിട്ട് പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ തന്നെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതലേ ഉണ്ടാവേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ശ്രീ ജോസ് തോമസ് പറഞ്ഞതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആ കാലഘട്ടത്തിൽ നമ്മളെന്ന് പറഞ്ഞ മനുഷ്യര് സിനിമ കാണുന്നു, അല്ലെങ്കിൽ പുരാണ ഐതിഹ്യങ്ങൾ ഇന്നും പഠിക്കുന്നു, അവിടെ വായിക്കുന്നു, അവിടെ തീരുന്നു. ഇന്ന് കൊച്ചി നഗരത്തില് ഒരു കാർ ഓട്ടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡിൽ നിന്നോ വലത്തെ സൈഡിൽ നിന്നോ ഒരു ബൈക്ക് ചേസ് ചെയ്ത് വന്ന് സൈഡ് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ശ്രീ അഭിലാഷ്, ഈ കൊച്ചി നഗരത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നഗരത്തിലൂടെ, കേരളത്തിലെ നഗരത്തിലൂടെ എന്ത് സംഭവിക്കാം? അവൻ ചുറ്റിക്കെടുത്ത് തലയടിച്ച് പൊട്ടിക്കാം. അതായത് ശ്രീ ജോസ് തോമസ് പറഞ്ഞതിന് ഞാൻ ന്യായീകരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഈ ലഹരി എന്ന് പറയുന്ന സംഭവം അടിച്ചിട്ട് വീട്ടിൽ കയറിയാൽ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല രക്ഷകർത്താക്കൾക്ക്. ഇത് എടുക്കാൻ വേണ്ടി പോലീസിന് പോലും ഇതിന് ഒരു യാതൊരുവിധ കൃത്യമായിട്ടുള്ള ഒരു അളവ് തോത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണവും ഇല്ല കൃത്യമായിട്ട്. പക്ഷേ സാധാരണ ഒരുത്തം കുടിച്ചോണ്ട് അവൻ മദ്യപാൻ എന്ന് പറഞ്ഞ് അവനെ സമൂഹത്തിൽ തള്ളി. അതേസമയം ഇതേ സമയത്ത് ഒരു വിദ്യാർത്ഥി വീട്ടിൽ മദ്യപിച്ചു വരുന്നു. ഇടാവ് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഭാര്യ, ഭർത്താവ്, കുടുംബം, മദ്യപാനായവൻ. പക്ഷേ ലഹരി അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അടുത്ത സെക്കൻഡിൽ അവൻ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത്, അവന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ അവന്റെ ഒരു സൗഹൃദം ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അവനിൽ അക്രമാസക്തത ഉണർന്ന് അവനെ വെട്ടാൻ പോവുകയും ഇതുകയും ചെയ്യുന്നത്. ആ സമയത്ത് അവന്റെ മനസ്സിൽ വേറെ ഇതായിരിക്കും. അവൻ മനുഷ്യനല്ലാത്ത രീതിയിൽ ആ ലഹരിക്ക് അടിമയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനകത്ത് കാരണം പറ്റെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, അഭിലാഷ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും, ഞാൻ ഇത് പറയണോ, അല്ലെങ്കിൽ വീണ്ടും ചെയ്താൽ അടുത്ത പ്രശ്നമാകില്ലേ, നമുക്കൊന്ന് കോംപ്രമൈസ് ആകാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാല്, അവിടെ ഓൾറെഡി ജനറേറ്റഡ് ആണ്. എന്ത് സംഭവിക്കാം? നമ്മൾ ആ ആക്ഷൻ അവിടെ നിന്ന് തിരിച്ചു വരിക, അവൻ വെട്ടും കൊല്ലും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുക എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ടാണ് ഇന്ന് കേരളത്തിൽ പലരും ജീവിക്കുന്നത്. ഈ ലഹരി എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന് യഥാർത്ഥമായിട്ടുള്ള കാര്യം. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇരിക്കട്ടെ, മാർക്കോയില് ശരിയാണ്, ഒരു പരിധി വരെ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് യോജിക്കുന്നു. മാർക്കോ ആയിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇതിന് സാധാരണ പ്രേക്ഷകരാണോ ഇതിന് അടിവരയിടേണ്ടത്? സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. ഈ സെൻസർ ബോർഡ് ചെല്ലുമ്പോഴേക്കും ഈ സിനിമയിൽ എന്തെങ്കിലും രംഗങ്ങളുടെ പ്രശ്നമുണ്ട്, വയറ്റിൽ നിന്നൊരു കുഞ്ഞിനെ എടുക്കുന്നു, അത് വൃത്തികെട്ട രീതിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഒരു വയലൻസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ അത് വന്നതിന് ശേഷം എന്തുകൊണ്ട് അതിനു വേണ്ടി ഒരു ചർച്ചയാകുന്നില്ല? ഈ പറയുന്ന പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള സിനിമ എന്ന് പറയുന്ന രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണല്ലോ ആ സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത്.
പക്ഷെ അത് സിനിമയ്ക്കെതിരെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന അവയർനെസ്. അവരാദ്യമേ പറഞ്ഞു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ആദ്യമേ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയാണ്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ട ആളാണ്. എനിക്ക് അതിനകത്ത് ഒന്നും തോന്നില്ല. കാരണം ഇത്രയൊക്കെ കണ്ടിട്ട് അതിന്റെ മേക്കപ്പ് മാൻ വരെ ഇതിന്റെ തലയും തലയോട്ടിയൊക്കെ പിടിച്ചുകൊണ്ടിട്ട് ഞാൻ നോക്കി ഒരു ഫാൻസി ഡ്രസ് കാണുന്ന പോലെ ഞാൻ കണ്ടിട്ട് വന്നതാണ്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രതീക്ഷ, അത് അവിടെയാണ്. അതായത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്നത് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഇത്തരം സിനിമ അഭിലാഷ്, അത് മാനസികാവസ്ഥ വ്യക്തമാക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. കാരണം ഒരു സിനിമ ഒരാളെ സ്വാധീനിക്കുമായിരിക്കാം. കാരണം അതെന്താ വെച്ചാല് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഡ്രോബാക്സ്. അവരിപ്പോ ഒരു സിനിമ കാണുമ്പോഴേക്കും ലഹരിക്ക് അടിമയാകുന്ന ഒരു സിനിമ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന ഒരു സ്റ്റണ്ട് കാണുന്നത് ഇത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ക്രൂരകൃത്യം കാണുമ്പോഴേക്കും അങ്ങനെ സ്വാധീനിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതില്ലാതെ ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. അവരെ സ്വാധീനിക്കുന്നുണ്ട് സിനിമ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് സിനിമ ചെന്ന് കണ്ടപ്പോഴേക്കും ഏറ്റവും കൂടുതൽ അടിസ്ഥാനമാണ് യോഗ്യത, നമ്മുടെ ജീവിതത്തിന്റെ യോഗ്യത എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ആ ഒരു സബ്ജക്ട് കണക്ട് ആയി. പക്ഷെ അതിന്റെ ഇടയിൽ അതിന്റെ നായകൻ നമ്മളെ ഫയർ സേഫ്റ്റിക്ക് വെച്ചിരിക്കുന്ന സാധനം വെച്ചിട്ട് ഗും എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട്, ഒരു യുദ്ധം ചെയ്യുന്നത് പോലെ ഫൈറ്റ് സീൻസിൽ. വേറൊരുത്തൻ ഇതിന്റെ അകത്ത് ലഹരി ഉപയോഗിച്ച് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന് കാണുമ്പോൾ ഈ സാധനമാണെങ്കിൽ നോക്കുമ്പോൾ അവൻ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു എന്നുള്ള സംഭവം തിരിച്ചു ചെയ്യാൻ വേണ്ടിയായിരിക്കും നോക്കുന്നത്. കാരണം പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഇത് സിനിമയാണോ ജീവിതമാണോ ഒന്നും മനസ്സിലാവത്തില്ല. ഇത് കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ കഴിയുമ്പോഴേ അവന് മനസ്സിലാവത്തുള്ളൂ ഇത് സിനിമയല്ല, ഇത് ജീവിതമാണ് എന്നുള്ളത്. അപ്പോഴേക്കും അവൻ ലഹരി ഇറങ്ങി മാറേണ്ട ആ ഒരു സമയമുണ്ട്. അത് എന്താ സംഭവിച്ചത്, നമുക്ക് നന്മയും തിന്മയും ഉണ്ട് സിനിമയ്ക്കകത്ത്. പക്ഷെ ഈ സിനിമ കൊണ്ട് ഒരിക്കലും മാറുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മാറി എന്നുള്ള സംഭവത്തിനകത്ത് ഇതില്ല. മാർക്ക് കൊണ്ട് ഉണ്ടായ സംഭവം എന്ന് വെച്ചാല് വയലൻസ് എന്നുള്ള സംഭവം ആരും അധികം കൈവച്ചിട്ടില്ല. അതിന് വയലൻസിൽ കൂടുതൽ കൈവച്ചു. അതിനകത്ത് ഇപ്പം എല്ലാവരും കൂടി മാർക്കോയെ തള്ളി പറഞ്ഞപ്പോഴേക്കും അതിന്റെ നിർമ്മാതാവും രംഗത്തെത്തി. മാർക്കോ ശരിയാണ്, ഞാൻ ഇങ്ങനെയുള്ള കൂടുതൽ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതേസമയം കില്ല്, അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ ആവേശം, അതുപോലെ തന്നെ വേറെ ഏത് സിനിമ പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, ആവേശം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള വയലൻസ് കണ്ടിട്ട് ഗുണ്ടാ സംഘങ്ങളോട് ചേരാൻ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്ന വെട്ടും കുത്തും കണ്ടിട്ട് എല്ലാവരും കൂടി ഗുണ്ടാ സംഘങ്ങളിൽ ചേരാൻ പോകും. അതിൽ വയലൻസ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്തു പോയാൽ എന്ന നിലയിൽ അതിൽ ഏതാണ്ട് പൂർണ്ണമായും ആ സിനിമയുടെ ഏതാണ്ട് ഒരു 70-75% ഈ കുട്ടികൾ മദ്യവും ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു രീതിയാണുള്ളത്. ഞാൻ അതാണ് ചോദിച്ചത്. ഇപ്പോൾ താങ്കൾ ഒരു പക്ഷേ താങ്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദാഹരണമായി പറയുന്നത് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്നൊരു സിനിമ കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കേരളത്തിലെ പല ക്യാമ്പസുകളിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടന്നിരുന്നു. അന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായില്ല. പക്ഷേ അത് പലരിലും ഒരു വികാരമുണർത്തുകയും അങ്ങനെ ക്ലാസ്മേറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ കുറേയധികം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുകയും ചെയ്തു. പിന്നീട് പ്രേമം എന്നൊരു സിനിമ റിലീസ് ചെയ്തത് ഓർമ്മയുണ്ടാകും. അതിനുശേഷം ഏതാണ്ട് കേരളത്തിലെ കലാലയങ്ങളിലെ ഓണാഘോഷം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കുമുള്ള വസ്ത്രധാരണം പ്രേമം സ്റ്റൈൽ ആയിരുന്നു. അതിനാൽ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ജീപ്പിന്റെ മുകളിലൊക്കെ ഇരുന്ന് കുട്ടികൾ യാത്ര ചെയ്ത് ചില അപകടങ്ങളും മരണങ്ങളും അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം ചില അനുകരിക്കലുകൾ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ ഫെയർവെൽ പാർട്ടിക്ക് കഞ്ചാവ് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, മദ്യക്കുപ്പികൾ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിദ്യാർത്ഥികളുടെ ജീവിതം എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകുമോ എന്ന സംശയമാണ് ഞാൻ ചോദിച്ചത്. ആവേശത്തിന്റെ മനസ്സിലാക്കേണ്ടത് അത് സിനിമ മാത്രമല്ല, സിനിമയല്ലാതെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്. ഇപ്പൊ ഈ പറയുന്ന സംഭവത്തില് ഒരു പാട്ടിട്ട് ഒരു റീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ന്യൂസ് ചാനൽ തന്നെ കാണിപ്പിക്കും. അടുത്ത വേറൊരു സംഭവത്തിലേക്ക് കാണുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അതായത് മലപ്പുറത്ത് കുട്ടികളെ നടുറോഡിട്ട് തല്ലുന്നു, തല്ലുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുകയാണ്. അവരും ഇത് അനുകരിക്കേണ്ട സമയം. നമ്മുടെ സോഷ്യൽ മീഡിയ പോലും കാരണം സെൻസറിങ്ങിന് വിധേയമാകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മളിപ്പോ പലപ്പോഴും ചെയ്യുന്നത്, ഒരുത്തന്നെ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇത്രയും പരിപോഷിക്കപ്പെട്ട് അവന്റെ ഫോട്ടോ ഇട്ട് അവന് കംപ്ലീറ്റ് ഇത്രയും മൈലേജ് കൊടുത്ത് ഇത്രയും സംഭവങ്ങൾ ചെയ്യുന്നത് വേറെ എവിടെ കിട്ടും? ഇതിന്റെ അകത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുമോ? കാരണം ഒരു കുറ്റകൃത്യം താങ്കൾ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ചർച്ചയിലടക്കം കാണിക്കാത്തത്. ആ വീഡിയോയിലടക്കം ഈ നായകരെ കുറിച്ചുള്ള വർണ്ണനകൾ ഉണ്ടല്ലോ, ഇത്തരം തല്ലും കുത്തുമൊക്കെ നടത്തുമ്പോൾ അവൻ ധീരനാണ് വീരനാണെന്നൊക്കെയുള്ള സിനിമാ ഗാനങ്ങൾ. അതാണ് ഈ റീൽസിന്റെ പശ്ചാത്തലം ശ്രീ പ്രതീഷ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന് വേണ്ടി ബലി കൊടുത്ത് ചാവാന്ന് പറഞ്ഞിട്ട് സിനിമ നടക്കുന്നുണ്ട്. അതിന്റെ ഏകദേശം 20 മിനിറ്റ്, അവസാനത്തെ 20-25 മിനിറ്റ് പറഞ്ഞാല് ഇമോഷണലുള്ള സീൻസ് ആണ്. അതിനകത്ത് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള പരിപോഷത്തിന് വേണ്ടി ഒരു നടൻ നിന്ന് അനുഭവിക്കുന്ന കുറെ സെന്റിമെന്റ്സും അതിനകത്ത് അനുഭവിക്കുന്ന
കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ആരെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടിയോ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ? ആ സിനിമ എത്രയോ വലിയ കോടിക്കണക്കിന് കളക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ആരും കാണിക്കത്തില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അല്ല, അങ്ങനെയൊന്നും പൂർണ്ണമായും പറയരുത് കേട്ടോ. പല സിനിമകളും അങ്ങനെ ദേശസ്നേഹവും ഒക്കെ ലഹരി വളർത്തുന്ന എന്ന് സിനിമകളുണ്ട്. പറയുന്ന ഒരു ഇപ്പോൾ സംഭവം നമുക്ക് ഇതിനകത്ത് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളല്ലാതെ നിന്ന് പെരുമാറുന്നത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ശരി. നമുക്ക് മുന്നോട്ട് വരുന്ന ഒരാള് ഇപ്പൊ ആന വരുന്നു, ഇടഞ്ഞു വരുന്നു, കുത്താൻ വേണ്ടി വരണം നമുക്കറിയാം. പക്ഷെ മറ്റേത് വരുന്നത് ആനയാണോ, മതേനയാണോ, കാട്ടുപോത്താണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ശരി ശരി, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ എ കെ സന്തോഷ്.